ദളപതി വിജയെ നേരിൽ കാണണമെന്ന ഒരൊറ്റ ലക്ഷ്യവുമായി പട്ടാമ്പിയിൽ നിന്നും ചെന്നൈയിലേക്ക് കാൽനടയാത്രയുമായി യുവദമ്പതികൾ. ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ ഷഹനമോളും ചേർന്നാണ് ചെന്നൈയിലേക്ക് നടക്കുന്നത്. കടുത്ത വിജയ് ആരാധകരായ ഇരുവരും തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള യാത്രയിലാണ്. ഇരുവർക്കും ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, ദളപതി വിജയ് അണ്ണനെ കാണണം. അതിനായി താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് കാൽനടയാത്ര ആരംഭിച്ചിരിക്കുകയാണ് യുവദമ്പതികളായ മുഹമ്മദ് റാഫിയും ഷഹനയും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇവർക്ക്. അന്നു മുതൽ കടുത്ത ആരാധനയാണ്. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ചെന്നൈയിലെത്തി വിജയെ കാണാൻ തീരുമാനിച്ചത്. മെയ് 6 ഉച്ചയ്ക്ക് ഷഹാനയുടെ നാടായ താനൂരിൽ നിന്നും കാൽനടയായി യാത്ര തിരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെത്തിയത്. ഉച്ചസമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി എത്തുന്നിടത്ത് ടെന്റിൽ താമസിച്ചുമാണ് ഇവരുടെ യാത്ര. ചെറുതാകുമ്പോഴേ ഞങ്ങൾക്ക് സിനിമയെല്ലാം കണ്ട് അങ്ങനെ ഒരു ആരാധന തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ വലുതാകുമ്പോഴത്തേന് നമ്മൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റൂല കാണാന്. അപ്പൊ ഇത്തകാനെ കിട്ടിയപ്പോൾ ഇത്തക പറഞ്ഞു നമുക്ക് പോവാ. അങ്ങനത്തെ ഒരു രീതിയിൽ ഞാനും പോയി ഇത്തകാനെ കൂടെ. മറ്റൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. അത് ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നല്ല യാത്രയുണ്ട്, നല്ലപോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങള് ദളപതിയടുത്ത് എത്തും. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുകയെന്നൊന്നും ഇവർക്കറിയില്ല. ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് ഇവരുടെ വിശ്വാസം. മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേക്കും ചെന്നൈയിലെത്താനാകുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം സ്വദേശിയായ മുഹമ്മദ് റാഫി ഷഹനമോളെ വിവാഹം ചെയ്തതിനു ശേഷം താനൂരിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.